പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം വ്യത്യസ്ത പ്രചാരണങ്ങളാണ് ഓരോ സ്ഥാനാർത്ഥികളും. ഇന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ, ഇന്ന് കോഫി വിത്ത് സരിൻ. ഇത് ഡോക്ടർ അരുൺകുമാറിൻ്റെ പ്രോഗ്രാമിൻ്റെ പാറ്റന്റ് എടുത്തോ? എന്നാൽ ടീ വിത്ത് സരിൻ ആക്കാൻ കുഴപ്പമില്ല. കുടിച്ചത് കാപ്പി ആയതുകൊണ്ട് ഇവിടുത്തെ കാപ്പി ഭയങ്കര പ്രമാദമാണ്. ഇന്നിവിടെയാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്ത് നമ്മളെ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക്, അവിടെ വരുന്നവരുടെ ഇടയിലേക്കും കൂടി എത്തിക്കുന്നതിനും പറയുന്ന കാര്യങ്ങൾ ലൈവായി തന്നെ ആളുകളിലേക്ക് എത്തുന്നതിനും മറയില്ലാതെ മറച്ചു വെക്കലുകളില്ലാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ അന്വേഷണമാണ്. എല്ലാ ദിവസവും ഈ കോഫി വിത്ത് സരിൻ ഉണ്ടാവും. ഇനി ഒരു 5 ദിവസമല്ലേ പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ള ദിവസങ്ങൾ. തുടർന്നുള്ള 5 ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് നമ്മുടെ ടീം തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി എന്താ അതിൻ്റെ ഒരു ആശയം, എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം? ഇതിപ്പോൾ ഈ കേട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മളിവിടെ വന്നിരുന്ന് ആളുകളുമായിട്ട് ജെനുവിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ വിലയിരുത്താൻ അവർക്ക് കിട്ടുന്ന അവസരം. നമ്മൾ പറയില്ലേ, ഈ പുരികത്തിൻ്റെ ചലനം പോലും ആളുകൾ ഒരു സ്ഥാനാർത്ഥിയിൽ നോക്കും. അപ്പോൾ അഭിനയിക്കുകയാണോ ആത്മാർത്ഥതയാണോ എന്ന് അവർക്ക് വിലയിരുത്താൻ കിട്ടുന്ന അവസരം. അവരോട് വോട്ട് ചോദിക്കുമ്പോൾ കൈപിടിച്ച് കുലുക്കുന്നതിൽ ആത്മാർത്ഥത, മനസ്സിൽ നിന്ന് പറയുന്ന വാക്കുകളുടെ ഒരു 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 ശക്തി, ഇതൊക്കെ ജനം വിലയിരുത്തുന്നതാണ്. അപ്പോൾ അത് വിലയിരുത്താൻ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കണമല്ലോ. സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൻ്റെ രീതി അതല്ലേ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് കൂടിയാണിത്. ഈ ആദ്യത്തെ ദിവസം വിദ്യാർത്ഥികളുമായിട്ടാണ് സംവാദം. അന്ന് വിദ്യാർത്ഥികളായിരുന്നു. വിക്ടോറിയ കോളേജിലെ, ചിറ്റൂർ കോളേജിലെ, മെഡിക്കൽ കോളേജിലെ ഒക്കെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. MLA മാരും ഉണ്ടായിരുന്നു. വിജിനും പ്രേംകുമാറും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഇനി നമുക്ക് പ്രചരണ പരിപാടികൾ തുടങ്ങാൻ 8 മണിയാണ്. സമയം വൈകി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന സമയമാണ് പ്രചരണം. സ്ഥാനാർത്ഥി പരമാവധി വോട്ടർമാരിലേക്ക് നേരിട്ടെത്തുന്ന ഒരു സമയമാണ്. എങ്ങനെയുണ്ട് അനുഭവം ഇതുവരെയുള്ള? നേരത്തെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ എനർജി ഡൗൺ ആയിട്ടില്ലല്ലോ. എനർജി ഓരോ ദിവസവും ഡൗൺ ആവുന്നവരും അപ്പാവുന്നവരും ആരാണ് എന്നും അതിന് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറുന്ന ആരാണെന്നും ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്യാൻഡിഡേറ്റിന് അയാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജനങ്ങളിൽ ഉള്ള അയാളുടെ വിശ്വാസവും ജനങ്ങൾക്ക് അയാളിലുള്ള വിശ്വാസവുമാണ്. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നമ്മൾ കാണുന്നു. ഇത് രണ്ടുമുള്ളവർക്ക് ഒരു പേടിയില്ല. ഈ മികച്ച, അതായത് സംസ്ഥാനത്ത് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ മുരളീധരൻ, മുൻ KPC അധ്യക്ഷൻ, അദ്ദേഹം പറയുന്നു മിടുക്കനാണ് സരിൻ, അതുകൊണ്ട് ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയാക്കുമായിരുന്നു. എൻ്റെ മിടുക്ക് കോൺഗ്രസിലുള്ളപ്പോൾ മാത്രമുള്ള ഒരു കാര്യമല്ല, അത് എല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നുള്ള നിർബന്ധത്തിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ മിടുക്കിൻ്റെ കാര്യം കോൺഗ്രസ്സിൽ പ്രിയപ്പെട്ട കെ മുരളീധരൻ മാത്രമല്ല, പാലക്കാട്ട് ഒരുപാട് കോൺഗ്രസ്സുകാർക്ക് അറിയാം. വോട്ടർമാരായിട്ടുള്ള ഒരുപാട് കോൺഗ്രസ്സുകാർക്ക് അവരാ മിടുക്കിന് അംഗീകാരം നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ആളുകളിൽ തന്നെ പല കോൺഗ്രസ് കൈയടിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് കൂടി ആവാം എന്നാണ് ഞാൻ പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് കൈയടിക്കാൻ അവർ തയ്യാറാണ്. കാരണം ഇതാണ് ശരി, സരിനാണ് ശരി എന്നുള്ളത് വെറും ഒരു ക്യാപ്ഷൻ അല്ലായിരുന്നു. അത് ഒരുപാട് പേരുടെ ബോധ്യമാണ്. അവരുടെ പേര് വെച്ച് അത് പറഞ്ഞാൽ അതും ശരിയാകും എന്നുള്ളത് അവർക്കൊക്കെ അറിയാം. പക്ഷേ പറയാനുള്ള മടി, പക്ഷെ വോട്ട് ചെയ്യാൻ ആ മടി ഉണ്ടാവില്ല. ജനങ്ങൾക്കറിയാം, കോൺഗ്രസ്സുകാർക്കറിയാം എങ്ങനെയാണ് ഈ നാടിൻ്റെ നല്ലതിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്. മുരളീധരൻ പറഞ്ഞ പോലെ LDF ഉം UDF ഉം തമ്മിലാണോ സരിനെ മത്സരം നടക്കുന്നത്? ജനങ്ങളെ അറിയുന്ന സ്ഥാനാർത്ഥിയാണ് വേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം വിജയിക്കും എന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സരിനെ മുരളീധരൻ പറഞ്ഞ പോലെ LDF ഉം UDF ഉം തമ്മിലാണോ മത്സരം? ഇവിടെ മത്സരം LDFൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ആക്ച്വലി 2ാം സ്ഥാനത്തേക്കുള്ള മത്സരം ഈ പറയുന്ന പോലെ UDF ഉം BJP യും തമ്മിൽ ശക്തമായി നടക്കുന്നുണ്ട്. അത് UDF ഉം BJP യും തമ്മിൽ തല്ലി തീർത്തോട്ടെ. ഒന്നാമതെത്തുന്നത് ആരാണെന്നും അവരെ ഒന്നാമതെത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നും ജനം തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇനി ചർച്ചയാകേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം അതാണ്. ഓക്കെ, ഇത് ദിനംപ്രതി നടക്കുന്ന ഒരു പരിപാടിയായിരിക്കും. ഇത് നമ്മുടെ പാലക്കാട് ടൗണിലുള്ള സോഷ്യൽ കിച്ചണിലാണ് ഇന്നത്തെ LDF സ്ഥാനാർത്ഥിയുടെ പരിപാടി. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത വോട്ടർമാരിൽ നിന്നടക്കം അഭിപ്രായങ്ങൾ ആരായുന്നു, അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നു. ആ തരത്തിലുള്ള ഒരു വ്യത്യസ്ത പരിപാടിയാണ് LDF സ്ഥാനാർത്ഥി സംഘടിപ്പിച്ചത് പ്രചാരണത്തിൻ്റെ ഭാഗമായി.